പ്രിയ ദേശനിവാസികളെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം സൗജന്യമായിട്ട് നൽകിക്കൊടുക്കുന്ന പാപമോചനം അല്പനേരം നിങ്ങളുടെ ഇടയിൽ ഞാൻ സംസാരിക്കുമ്പോൾ ക്രിസ്തീയ മതവിശ്വാസികളായിരിക്കുന്ന നിങ്ങളുടെ മധ്യത്തിൽ നിന്ന് യേശുക്രിസ്തുവിലുള്ള പാപമോചനം ഒരിക്കൽ കൂടെ ഒരു ഹിന്ദുമത വിശ്വാസത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിലേക്ക് കടന്നു വന്ന് ഞാൻ പ്രസംഗിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അധികമായിട്ട് സംസാരിക്കുന്നില്ല, നിങ്ങൾക്കെല്ലാം അറിവുള്ള കാര്യമാണ്. എങ്കിലും പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നമ്മൾ ഈ പാട്ടിൻ്റെ അവസാനം ഇങ്ങനെ കേട്ടു: തിരുഹിതമിഹെ തികച്ച് എൻ്റെ വേലയെ തികച്ച് നിന്റെ മുമ്പിൽ നിൽക്കുന്ന നാളിൽ. നോക്കുവിന്, നമ്മൾ പല ജാതി മതസ്ഥരായിട്ട് ഭൂമിയിൽ ജനിച്ച് വളർത്തപ്പെട്ടുവെങ്കിലും ഞാനൊരു ഹിന്ദുമതത്തിൽ ജനിപ്പാൻ കാരണം എൻ്റെ മാതാവും പിതാവും ഹിന്ദുമത വിശ്വാസിയായിരുന്നു. നിങ്ങൾ പലരും ക്രിസ്തീയ മതവിശ്വാസിയായിട്ട് ജനിക്കുവാനുള്ള കാരണം നിങ്ങളുടെ മാതാപിതാക്കൾ ക്രിസ്തീയ മതവിശ്വാസിയായിരുന്നത് കൊണ്ട് മാത്രമാണ്. പക്ഷെ ഞാനാകട്ടെ നിങ്ങളാകട്ടെ യഥാർത്ഥമായിട്ടും ദൈവപുത്രനിലുള്ള പാപമോചനം ആ മതഭക്തിയാൽ ജന്മം കൊണ്ട് നേടുന്നതുമില്ല. ആകയാൽ യേശുക്രിസ്തു ഈ ഭൂമിയുടെ സകല ജാതി മതസ്ഥരുടെയും ഏകരക്ഷകനായിരിക്കാൽ, ഈ ഭൂമിയിൽ മരണമുള്ള എല്ലാ മനുഷ്യരുടെയും വീണ്ടെടുപ്പുകാരനായിരിക്കാൽ, ആ യേശുക്രിസ്തുവിൻ്റെ രക്തം ചൊരിഞ്ഞിട്ട് നമ്മളെ വീണ്ടെടുത്ത ആ ദൈവകൃപയെ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇന്നേ വരെ ആ പാപമോചനം നേടിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ മരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ നിത്യത എവിടെ എന്നുള്ള കർത്താവിൻ്റെ ചോദ്യത്തിന് മുമ്പിൽ ആ പരിശുദ്ധനായിരിക്കുന്ന കർത്താവിനോട് കൂടെ ചേരുവാൻ നിങ്ങളുടെ പാപത്തിൽ ഇന്ന് തടസ്സമായിട്ട് നിൽക്കുന്നുവെങ്കിൽ എൻ്റെ വാക്കുകളെ കേൾപ്പിൻ പ്രിയരെ. നിങ്ങളോടുള്ള അഗാധമായിരിക്കുന്ന സ്നേഹമാണ് സുവിശേഷം. ക്രിസ്തീയ മതവിശ്വാസികൾ ഇങ്ങനെ വിചാരിക്കേണ്ട, ഞങ്ങൾ ക്രിസ്തീയ മതവിശ്വാസികളാണ്, ബാല്യം മുതലേ യേശുക്രിസ്തുവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുന്നവരാണ് എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. പക്ഷെ നിങ്ങൾക്കിതേവരെ പാപമോചനം കിട്ടിയിട്ടില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു. അതെന്താണ് എൻ്റെ തെളിവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പള്ളികളിൽ പോയിട്ട് ഞായറാഴ്ച ദിവസം ഇങ്ങനെ ഒരു സാക്ഷ്യം പറയാറുണ്ട്: ദൈവമേ, നീ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഞാൻ പറഞ്ഞതിൽ വചനപ്രകാരം എന്തെങ്കിലും തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് എന്നോട് സംവാദിക്കാം. അതേ നാവ് കൊണ്ട് തന്നെ നിങ്ങൾ പറയുന്നു, ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്. ദൈവമേ, നീ പരിശുദ്ധൻ എന്ന് പറയുകയും ഞങ്ങൾ പാപികളും ദോഷികളെന്ന് പറയുകയും ചെയ്യുമ്പോൾ, പ്രിയപ്പെട്ടവരെ, വലിയ ഒരു വിരോധാഭാസം നമ്മളിതിൽ കാണുന്നുണ്ടല്ലോ. ദൈവം വെളിച്ചമാകുന്നുവെന്നും നമ്മൾ ഇരുട്ടാകുന്നുവെന്നുമാണ് അതിൻ്റെ അർത്ഥം. അങ്ങനെയാണെങ്കിൽ പകലിനും രാത്രിക്കും ഒന്നിച്ചിരിപ്പാൻ കഴിയാത്തവണ്ണം, വെളിച്ചത്തിനും ഇരുട്ടിനും ഒന്നിച്ചിരിപ്പാൻ കഴിയാത്തവണ്ണം നോക്ക് പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് മരിക്കുകയോ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ഇന്ന് മടങ്ങി വരികയോ ചെയ്താൽ ആ ദൈവത്തോടു കൂടെ നമുക്ക് നിത്യത ചെലവഴിപ്പാൻ കഴിയത്തില്ല എന്നുള്ളത് സ്പഷ്ടമാണ്. ആകയാൽ അല്പനേരം ശ്രദ്ധ വെച്ച് കേൾപ്പിന്. പിതാക്കന്മാരെ, നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നുവെങ്കിൽ, അമ്മമാരെ, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ അല്പനേരം എൻ്റെ വാക്കുകൾക്ക് ചെവി തരുവിന്. നിങ്ങളെ യഥാർത്ഥമായിട്ടും സ്നേഹിക്കുന്ന ഒരു വിഭാഗമുണ്ടെങ്കിൽ അത് നിങ്ങളോട് സുവിശേഷം പ്രസംഗിക്കുന്ന ഞങ്ങളാണ്. അപ്പോൾ നോക്കുവിന്, നമ്മളും നമ്മുടെ പിതാക്കന്മാരും പൂർവ്വ പിതാക്കന്മാരും ഇന്ന് വരെയും ഒരു സാക്ഷ്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ സാക്ഷ്യം എന്താണ്? ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്. നോക്ക് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ പൂർവ്വ പിതാക്കന്മാർ മുതൽ ചെയ്തു വന്ന അധ്വാനങ്ങൾക്കൊന്നും കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിന് എന്നവണ്ണം നിങ്ങൾ എന്താണ് മതഭക്തിക്ക് ചെയ്തതൊന്നും നിങ്ങൾക്ക് ഇന്നേ വരെ പാപമോചനം നൽകി തരുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ, നമുക്ക് പ്രിയരെ, നമുക്കൊരു മരണമുണ്ട് എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ, തീർച്ചയായിട്ടും അറിയുന്നു. അങ്ങനെയാണെങ്കിൽ പാപിയായിരിക്കും നമുക്ക് ദൈവത്തോടു കൂടെ ജീവിപ്പാൻ കഴിയത്തില്ല എന്നുള്ള സത്യം നിങ്ങൾ അറിയണം. ആകയാൽ മരണമുള്ള എല്ലാവരും എൻ്റെ വാക്കുകളെ കേട്ടുകൊള്ളുവേൻ. നിങ്ങളോടുള്ള അഗാധമായിരിക്കുന്ന സ്നേഹം മാത്രമാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ ഇങ്ങനെ ഒരു സുവിശേഷം നിങ്ങളോട് അറിയിപ്പാനും കഴിയത്തുള്ളൂ. ആകയാൽ എന്താണ് പാപം, എന്താണ് പാപമോചനം, അതിനുവേണ്ടി ദൈവം കൊടുത്ത വില എന്താണ്, ഇത്യാദി കാര്യങ്ങളെ ശാന്തതയോടെ അല്പസമയത്തിനുള്ളിൽ ഞാൻ പറയുമ്പോൾ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ആരെങ്കിലും ഞാൻ ഒരു വിശുദ്ധനാണെന്ന് തന്നെത്താൻ നെഞ്ചത്ത് കൈവച്ച് പറയുവാൻ ഇതേവരെ പ്രാപ്തി വന്നിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ പാപികളും ദോഷികളുമെന്നാണ് സാക്ഷ്യം പറയുന്നുവെങ്കിൽ എൻ്റെ വാക്കുകളെ കേട്ടുകൊള്ളുവേൻ. നോക്ക് പ്രിയപ്പെട്ടവരെ, ബൈബിൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കേണ്ടി വന്നല്ലോ, അതൊരു കഷ്ടം തന്നെ. യഥാർത്ഥത്തിൽ എന്താണ് പാപം? നമ്മൾ പാപികളും ദോഷികളുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഓർമ്മ വെച്ച നാൾ മുതൽ പറയുന്ന സാക്ഷ്യമാണല്ലോ അത് പാപികളും ദോഷികളും. എന്താണ് അതിൻ്റെ ഭയങ്കരാവസ്ഥ, എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് നിങ്ങൾക്ക് ഇതേവരെ ഗ്രഹിപ്പാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു കരച്ചിലും നിലവിളിയും ഉണ്ടാകുമായിരുന്നു. നോക്ക് പ്രിയപ്പെട്ടവരെ, ആരോഗ്യവാനായിരിക്കുന്ന ഒരു യൗവനക്കാരന് ഒരു പ്രശ്നം വന്നു. പെട്ടെന്ന് അവനെ ചികിത്സിക്കുമ്പോൾ നോക്കുമ്പോൾ ക്യാൻസർ ആണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബം മുഴുവനും കലങ്ങും. അവരെല്ലാവരും നിലവിളിക്കും, എങ്ങനെ ഈ മരണത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കും? നോക്ക് പ്രിയരെ, അതിനുവേണ്ടി അവർ വസ്തു വിറ്റാണെങ്കിലും നല്ലൊരു ഡോക്ടറെ കണ്ടെത്തുവാൻ ശ്രമിക്കത്തില്ലയോ? എന്നാൽ നോക്കുവിന് യേശുക്രിസ്തു പറഞ്ഞു, രോഗികൾക്കല്ലയോ വൈദ്യനെ കൊണ്ട് ആവശ്യം, ഞാൻ നീതിമാന്മാരെ തേടിയല്ല പാപികളെ തേടിയത്രേ ലോകത്തിലേക്ക് വന്നത്.
ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മൾ പാപികളാണെന്ന് നമ്മളെ തന്നെ സാക്ഷ്യം പറയുമ്പോൾ തന്നെ ആ പാപത്തിൽ തന്നെ രക്ഷിപ്പാൻ കഴിയുന്ന യേശുക്രിസ്തു എന്ന പാപമോചനം തരുന്ന വൈദ്യന്റെ അടുക്കലേക്ക് ചെല്ലുവാനോ അവന്റെ രക്തം മുഖാന്തരം പാപമോചനം നേടുവാനോ നിങ്ങൾ ഇന്നേവരെ ഉത്സാഹിച്ചിട്ടില്ല. ആകയാൽ നോക്ക് പ്രിയരെ, പാപികളും ദോഷികളുമെന്ന് നിങ്ങളും പുരോഹിതന്മാരും എല്ലാം പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളല്ല, ഞങ്ങൾ ആദമിൻ്റെ മക്കളാണെന്നാണ്. ആദം ആരാണ്? 6000 വർഷത്തെ ചരിത്രമേ ഭൂമിയിൽ മനുഷ്യനുള്ളൂ. 6000 വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ അതേ രൂപത്തിലും സാദൃശ്യത്തിലും ഒരു മനുഷ്യനെ സൃഷ്ടിച്ചു. ഒരേ ഒരു പുരുഷനെ ദൈവം സൃഷ്ടിച്ചിട്ടുള്ളൂ. ആ മനുഷ്യൻ ദൈവത്തിൻ്റെ മകനും വിശുദ്ധനുമായിരുന്നു. അവനും ദൈവവും തമ്മിൽ കൂട്ടായ്മയുണ്ടായിരുന്നു. അവനിൽ പാപമുണ്ടായിരുന്നില്ല. എന്നാൽ നിങ്ങൾക്കറിയാം, അത് വിശദീകരിക്കുന്നില്ല. അവൻ പാപം ചെയ്തു. അവൻ ദൈവത്തെ ഉപേക്ഷിച്ച് സാത്താന്റെ ഇഷ്ടം ചെയ്യുക വഴി അത് തിന്നുന്ന നാളിൽ മരിക്കുമെന്ന് ദൈവത്തിന്റെ കൽപ്പനയ്ക്കൊത്തവണ്ണം, പ്രിയപ്പെട്ടവരെ, ക്രിസ്തീയ മതവിശ്വാസികളും പുരോഹിതന്മാർ വരെ എന്നോട് പറഞ്ഞിട്ടുണ്ട് ബൈബിള് കള്ളമാണ്. കാരണം അവൻ മരിക്കുമെന്ന് പറഞ്ഞിട്ട് അവൻ മരിച്ചില്ലല്ലോ. യഥാർത്ഥത്തിൽ എൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ദൈവം ആത്മാവാകുന്നു, സാത്താനും ആത്മാവാകുന്നു. അപ്പോൾ അവൻ ആത്മാവിൽ വിശുദ്ധനായിരിക്കുന്ന ആദം ദൈവത്തോടുള്ള അനുസരണക്കേട് കാണിച്ച് ആരെ അവൻ വിശ്വസിച്ചുവോ അവൻ്റെ ആത്മാവ് അവനിൽ പ്രവേശിച്ചു. അല്ലെങ്കിൽ വിശുദ്ധി എന്നുള്ള പദവിയിൽ ആദം മരിച്ച് അവൻ സാത്താന്റെ സന്തതിയും പാപിയും ദൈവത്തിൻ്റെ ശത്രുവും ഇരുട്ടുമായിട്ട് ഏദനിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ആ പാപിയായിരിക്കുന്ന സാത്താന്റെ സന്തതിയായി തീർന്ന ആദമിൻ്റെ രക്തത്തിൽ നിന്നാണ് പ്രിയരെ നാം എല്ലാവരും ജനിച്ചത്. ഒരുത്തനിൽ നിന്നല്ലയോ ദൈവം സകല ജാതികളെയും ലോകമെങ്ങും കുടിയിരിപ്പാനായിട്ട് സൃഷ്ടിച്ചത്. ആ ഏക പുരുഷന്റെ രക്തത്തിൽ നിന്ന് നമ്മളെല്ലാവരും ജനിച്ചത് വഴിയാണ് നമ്മൾ പാപികളും ദോഷികളും എന്ന് പറയുന്നത്. എന്നാൽ ദൈവമുണ്ട് എന്ന് മനുഷ്യനറിയാം. ആ ദൈവം ആരെന്ന് തിരിച്ചറിയാൻ അവന് കഴിഞ്ഞില്ല. അതുകൊണ്ട് ഓരോരുത്തരും അവനവൻ്റെ സ്വന്തം നിരൂപണങ്ങൾക്കൊത്തവണ്ണം ഇഷ്ടങ്ങൾക്കൊത്തവണ്ണം ദൈവങ്ങളെ സൃഷ്ടിക്കുകയും അവൻ്റെ കൈപ്പടിയെ ആരാധിച്ചുകൊണ്ട് ദൈവമല്ലാത്തതിനെ സേവിച്ചുകൊണ്ട് അനേക ജാതി മതസ്ഥരായിട്ട് വ്യത്യസ്തമായിരിക്കുന്ന ധ്രുവങ്ങളിലേക്ക് ചിതറിപ്പോവുകയും ദൈവമെന്ന പേര് പറഞ്ഞുകൊണ്ട് തമ്മിൽ കൊന്നുകൊണ്ട് എല്ലാവരും നരകവിധിയിലേക്ക് ഒടുങ്ങിപ്പോവുകയും ചെയ്തു. ഇതാണ് പാപമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പാപികളാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഞാൻ ആദമിൻ്റെ മകനാണ്. ഇന്ന് ഞാൻ മരിക്കുകയാണെങ്കിൽ നരകവിധിയിലേക്കാണ് പോകുന്നത്. എന്നെ ആർ രക്ഷിക്കും? നോക്ക് പ്രിയരെ, ഈ പാപത്തിൽ തന്നെ ആർ വിടുവിക്കുമെന്ന് നമ്മൾ ഇതേവരെ പ്രാർത്ഥിച്ചുവോ? നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അവരുടെ വസ്തുവകൾക്ക് വേണ്ടിയിട്ട്, വിവാഹത്തിന് വേണ്ടിയിട്ട്, ജോലിക്ക് വേണ്ടിയിട്ട്, കടബാധ്യതയ്ക്ക് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചിട്ടുള്ളവരാണ്. എന്നാൽ ഈ മരണകരമായിരിക്കുന്ന പാപത്തിൽ നിന്ന് കർത്താവേ നീ എന്നെ വിടുവിക്കണമേ എന്ന് ഒരു വട്ടമെങ്കിലും നിങ്ങൾ പ്രാർത്ഥിപ്പാൻ കഴിഞ്ഞുവോ? ഇല്ല. ഇത്രമാത്രം സ്വർഗം വിട്ട് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി കഷ്ടമേറ്റ് മരിച്ച ഇവനെ നോക്കി കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നൊരു വാക്ക് പറയുവാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുമില്ല. നോക്ക് പ്രിയരെ, ഇത് നമ്മുടെ അരിഷ്ടതയാണ്. ഇത് ദൈവത്തോടുള്ള നമ്മുടെ ശത്രുതയാണ്. എന്നാൽ ആദമിൽ ജനിച്ച സകല മനുഷ്യരും പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ മരിച്ച് നരകാത്തിലേക്ക് ഒടുങ്ങിപ്പോകുമ്പോൾ ഇതെല്ലാം ഞാൻ ഇനി വിശദീകരിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. എന്നാൽ ലോകാവസാനമായിരിക്കുന്ന ഈ സമയത്ത് പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ നമ്മളെ ഈ എരിതീയിൽ നിന്ന്, നരകത്തിൽ നിന്ന് വീണ്ടെടുത്ത് വീണ്ടും ദൈവത്തിന്റെ മക്കളും വിശുദ്ധരുമാക്കി തീർക്കേണ്ടതിന് ഒരു രക്തം, പാപമില്ലാത്ത രക്തം ആവശ്യമായിരുന്നു. അതുകൊണ്ട് ദൈവം തൻ്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഈ താണ ലോകത്തിലേക്ക് പാപമില്ലാത്തവനായിട്ട് അയച്ചു. നോക്ക് പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ ചിലർക്ക് പോലും ഈ യേശുക്രിസ്തുവിനെ പറ്റി ഇന്നും വെളിപ്പാട് കിട്ടിയിട്ടില്ല. അവൻ ആരാണെന്ന് നിങ്ങൾക്ക് ഇന്നവരെ ബോധ്യം വന്നിട്ടുമില്ല. ദൈവം ആരാണെന്ന് നിങ്ങളുടെ മുഖത്ത് നോക്കി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരമില്ല. അതെത്ര ലജ്ജാകരമാണ്. എന്നാൽ നോക്ക് പ്രിയരെ, ഈ ക്രിസ്തു ആരാണ്? ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവൻ ആരാണോ അവനാണ് ദൈവം. ഞാൻ കേരളം മുഴുവനും പ്രസംഗിക്കുന്നവനാണ്. അല്ല, ക്രിസ്തീയ മതവിശ്വാസികളുടെ നടുവിൽ മാത്രം നിന്ന് പ്രസംഗിക്കുന്നവനല്ല. മുസ്ലിങ്ങൾ മാത്രമുള്ളിടത്തും, ഹിന്ദുക്കൾ മാത്രമുള്ളിടത്തും, എതിർപ്പുകൾ ഉള്ളിടത്തും ഒക്കെ ഞാൻ നിന്ന് പ്രസംഗിക്കുന്നവരാണ്. എന്നാൽ ഇവിടെ നിൽക്കുവാൻ ദൈവം ഇന്ന് എന്നോട് ആവശ്യപ്പെട്ടത് വഴി ഞാൻ ഈ ദേശത്ത് വന്നേ ഉള്ളൂ. എന്നാൽ നോക്ക് പ്രിയരെ, ഈ കർത്താവായിരിക്കുന്ന യേശുക്രിസ്തു ആരാണ്? ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവൻ ആരോ അവനാണ് ദൈവമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞുവല്ലോ. എന്നാൽ അവനെപ്പറ്റി ദൈവവചനം ഇങ്ങനെ പറയുന്നു: ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോട് കൂടെയായിരുന്നു, സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അതായത് ഈ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചത് ദൈവത്തിന്റെ വചനത്താലാണ്. ആ വചനം ക്രിസ്തു ആകുന്നു. ആ ക്രിസ്തുവിന് ദൈവപുത്രനെന്നും പേര്. ആ പുത്രനായിരിക്കുന്ന ക്രിസ്തു അവൻ നമ്മളെപ്പോലെ ഒരു ശരീരം ഉണ്ടായിരുന്നില്ല. എന്നാൽ മനുഷ്യന്റെ പാപനിമിത്തം അവൻ നരകവിധിയിലേക്ക് സാത്താനോട് കൂടി ഒടുങ്ങിപ്പോകുമ്പോൾ മണ്ണുകൊണ്ട് സൃഷ്ടിച്ച നമ്മുടെ ആദ്യ പിതാവായിരിക്കുന്ന ആദം ചെയ്ത പാപത്താൽ നമ്മളും നരകവിധിയിലേക്ക് ഒടുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് ദൈവം തൻ്റെ പുത്രനെ പാപജടത്തിന്റെ സാദൃശ്യത്തിൽ, അല്ലെങ്കിൽ നമ്മളെപ്പോലെ ഒരു മനുഷ്യ ശരീരമുള്ളവനായിട്ട്, പാപമില്ലാത്തവനായിട്ട് ഈ ഭൂമിയിലേക്ക് അയക്കുകയും
പാപത്തിന്റെ ശമ്പളം മരണമാണെന്നുള്ള ദൈവകോടതിയുടെ മുമ്പിൽ നമ്മുടെ ഓരോരുത്തരുടെയും പാപഭാരം ചുമന്നുകൊണ്ട് ദൈവകോടതിയുടെ മുമ്പിൽ അവൻ യാഗമായിട്ട് അർപ്പിക്കപ്പെടുകയും ചെയ്തു. ആ യാഗത്തെപ്പറ്റി മാത്രം ഞാനൊന്ന് സൂചിപ്പിച്ചിട്ട് ബാക്കി പറയുവാൻ ആശിക്കുന്നു. അവൻ എന്താണ് ചെയ്തത്? അവൻ കന്യകയിൽ നിന്ന് ജനിച്ചു, അതായത് ഈ ഭൂമിയിൽ പാപമില്ലാതെ ജനിച്ച ഏക വ്യക്തി, രണ്ടാമതൊരാൾ ജനിച്ചിട്ടില്ല. അവൻ മാത്രമേ ഭൂമിയിൽ പുരുഷ രക്തം കൂടാതെ ജനിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് അവനിൽ പാപമില്ല, അവനിൽ ആദമിന്റെ രക്തമില്ല. ആ മനുഷ്യൻ, ആ വ്യക്തി, അവൻ മറിയയുടെ സന്തതിയായിട്ട് ജനിച്ചുവെങ്കിലും അവൻ്റെ വളർത്തപ്പൻ യോസഫിനോട് കൂടെയും അവൻ്റെ അമ്മ പ്രസവിച്ച 4 സഹോദരന്മാരുടെ കൂടെയും 2 രണ്ടിലധികമോ സഹോദരിമാരുടെ കൂടെയും ആ കുടിലിൽ പാർത്തുകൊണ്ട് നമ്മളെപ്പോലെ കൂലിപ്പണി ചെയ്തുകൊണ്ട് യജമാനന്മാർക്ക് കീഴടങ്ങി അനുസരിച്ച് ഒരു മനുഷ്യൻ എങ്ങനെ ദൈവം മുമ്പാകെ അനുസരണമുള്ളവനായിട്ട് തീരുമെന്ന് നമുക്ക് വെളിപ്പെടുത്തി തന്നു. അങ്ങനെ 30 വർഷക്കാലം കഴിഞ്ഞു. അതിനുശേഷം അവൻ എങ്ങോട്ട് പോയി? അതിനുശേഷം അവനിതാ ആ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുവാനുള്ള സമയമായപ്പോൾ അവനിതാ ആ ഗസ്തമന തോട്ടത്തിൽ തൻ്റെ പിതാവായ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നീക്കിക്കളയണമേ, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം തന്നെ നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ശരീരത്തെ ദൈവത്തിന് യാഗമായിട്ട് അർപ്പിക്കപ്പെടുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. നോക്ക് പ്രിയരെ, ആട്ടുകൊറ്റന്മാരുടെയും കാളക്കിടാങ്ങളുടെയും രക്തത്തിൽ ദൈവം പ്രസാദിച്ചിരുന്നില്ല. ഹനനയാഗവും ഹോമയാഗവും ദൈവം ഇച്ഛിച്ചിരുന്നതുമില്ല. ഇച്ഛിച്ചിരുന്നുവെങ്കിൽ യേശുക്രിസ്തു യാഗമായിട്ട് തീരേണ്ടി വരുമായിരുന്നില്ല. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, ദൈവമേ, നീ എനിക്കൊരു ശരീരം തന്നിരിക്കുന്നു, നിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് ഞാൻ വരുന്നു. നോക്ക് പ്രിയപ്പെട്ടവരെ, എന്താണ് ദൈവത്തിന് മുമ്പുള്ള ആരാധന? പെന്തക്കോസ്തുകാർ പോലും തെറ്റിപ്പോയൊരു കാര്യം ഞാൻ പറയാം. കയ്യടിയും പാട്ടും പ്രാർത്ഥനയും ആരവുമാണ് ആരാധനയെന്ന് അവരും ധരിച്ചു വെച്ചിരിക്കുന്നു. അത് ദൈവത്തിനോടുള്ള സ്തുതി സ്തോത്രങ്ങൾ മാത്രമാണ്. യഥാർത്ഥമായിരിക്കുന്ന ആരാധന ദൈവത്തിന് വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങളെ താഴ്ത്തി കൊടുക്കുന്നതാണ്. എവിടെ നമ്മുടെ ഇഷ്ടങ്ങളെ ദൈവഹിതത്തിന് താഴ്ത്തി കൊടുക്കുന്നുവോ അവിടെയാണ് ആരാധന. അബ്രഹാം തന്റെ ഏകജാതനായിരിക്കുന്ന ഇസഹാക്കിനെ യാഗം കഴിക്കുമ്പോൾ 100-ാം വയസ്സിൽ തനിക്ക് കിട്ടിയ തന്റെ ഏകജാതനെ, താൻ സ്നേഹിച്ച ഏകജാതനെ തന്നെ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വേണ്ടി സമർപ്പിക്കുമ്പോൾ തന്റെ സന്തോഷത്തെ ദൈവത്തിന്റെ സന്തോഷത്തിന് വേണ്ടി സമർപ്പിച്ചതാണ് പ്രിയരെ യഥാർത്ഥത്തിൽ യാഗം. യഥാർത്ഥത്തിൽ ആരാധന അതാണ്. അങ്ങനെ ആ കർത്താവ് തനിക്ക് ദൈവം പിതാവ് തന്ന ഈ ശരീരം തൻ്റെ ഇഷ്ടപ്രകാരം കൊടുത്തിട്ടല്ലാതെ പിതാവ് യാഗം കഴിപ്പാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയരെ, നമ്മളും നമ്മുടെ സ്വന്തം ഇച്ഛയെ ദൈവത്തിന് സമർപ്പിക്കാതെ ദൈവം നമ്മളിൽ പ്രവർത്തിക്കത്തില്ല എന്ന സത്യം നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളുവിന്. ആ ക്രിസ്തു തൻ്റെ ശരീരത്തെ ആ പിതാവിൻ്റെ ഇഷ്ടത്തിന് സമർപ്പിച്ചു കഴിയുമ്പോൾ, എന്നു മുതൽ ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ തൻ്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തു നമ്മുടെ പാപപരിഹാര ബലിയായിട്ട് അർപ്പിക്കപ്പെടണമെന്നുള്ള പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ആ യേശുക്രിസ്തു സമർപ്പിച്ചു കൊടുത്തപ്പോൾ അനുസരണമുള്ളവനായിട്ട് തീർന്നപ്പോൾ യൂദാ ഇസ്കര്യോത്ത് റോമൻ പടയാളികളെയും പുരോഹിതന്മാരുടെ പടയാളികളെയും ചേർത്ത് വാളും വടിയും തീവെട്ടി പന്തങ്ങളുമായിട്ട് അവനെ ഗസ്തമന തോട്ടത്തിൽ പിടിച്ച് രാത്രികാലം കയ്യഫാവിന്റെ മുമ്പിൽ നിർത്തി കയ്യഫാവ് അവനെ കുറ്റം വിധിക്കുമ്പോൾ കുറ്റമില്ല എങ്കിലും നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തു എന്ന് അവനോട് ചോദിക്കുമ്പോൾ, അതേ ഞാനാകുന്നു, ഇനി മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും കാണുമെന്ന് അവൻ പറഞ്ഞപ്പോൾ, ഇനി നമുക്ക് തെളിവെന്തിന്? ദൈവം ഒരുവനല്ലേ ഉള്ളൂ. ഇവനെ തന്നെ ദൈവപുത്രനെന്ന് തെളിയിക്കുക വഴി, പറഞ്ഞത് വഴി, ഇവൻ ദൈവത്തിനോട് സമനാക്കിയത് വഴി അവൻ മരണയോഗ്യനെന്ന് പറഞ്ഞുകൊണ്ട് അവനെ കൊല്ലുവാൻ അധികാരമുള്ള റോമൻ കൈസറുടെ നാടുവാഴിയായിരുന്ന പിലാത്തോസിന്റെ മുമ്പിൽ ഏൽപ്പിക്കുകയും ആ പിലാത്തോസ് അവനെ അനേകവട്ടം വിസ്തരിക്കുമ്പോഴും കുറ്റമില്ല എങ്കിൽ വിട്ടയപ്പാൻ ആശിച്ചുവെങ്കിലും യഹൂദ ജനം, അവന്റെ സ്വന്തം ജനം, അവനെ ക്രൂശിക്കുക, അവനെ കൊല്ലുക എന്നാർത്തു. പ്രിയപ്പെട്ടവരെ, അവിടെ പിലാത്തോസ് പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല, അവനിൽ ഞാൻ ഒരു കുറ്റവും കണ്ടെത്തുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവനെ മരണശിക്ഷ കേൾപ്പിച്ചുവെങ്കിൽ ലോകം അംഗീകരിച്ചു എന്നാണ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി യാഗം കഴിക്കുവാൻ യോഗ്യനായിരിക്കുന്ന വ്യക്തിയാണ്. ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞതിനൊത്തവണ്ണം പാപമില്ലാത്ത ഒരു യാഗം ഇവിടെ അർപ്പിക്കപ്പെടണമായിരുന്നു. അത് ലോകം അംഗീകരിച്ചതിന് ശേഷമാണ് അവനെ ക്രൂശിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ അവനെ ക്രൂശിലേക്ക് കൊണ്ടുപോകുമ്പോൾ, ഞാൻ ഇതെല്ലാം വളരെ ചുരുക്കത്തിലാണ് പറയുന്നത്, നിങ്ങൾക്ക് ചിന്തിപ്പാനുള്ള ശക്തിയുണ്ട്, കഴിവുണ്ട്. അങ്ങനെ യേശുക്രിസ്തുവിനെ ആ പീലാത്തോസ് ഏൽപ്പിക്കുമ്പോൾ ഈ നീതിമാന്റെ രക്തത്തിൽ എനിക്ക് കുറ്റമില്ല എന്ന് പറഞ്ഞപ്പോൾ യഹൂദന്മാരെ പറഞ്ഞു, ആ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വന്നുകൊള്ളട്ടെ. പ്രിയപ്പെട്ടവരെ, ഒരിക്കൽ കൂടെ ഞാൻ പറയട്ടെ, ഈ കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ാം തീയതി ഇസ്രായേൽ ജനത്തിന്റെ 1400 പേരെ ഹമാസുകാർ വന്ന് തലയിറക്കുമ്പോൾ എൻ്റെ ഉത്തരവാദി ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഒറ്റ കാര്യമുള്ള പ്രിയരെ, ഹമാസ് അല്ല എൻ്റെ ഉത്തരവാദി, സാത്താനും ദൈവവും എൻ്റെ ഉത്തരവാദിത്വവുമില്ല. പിന്നെ ആരാണെന്നറിയാമോ? അന്നേക്ക് 2023 വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ അപ്പന്മാർ പൊള്ളിച്ച ഒരു കാര്യമുണ്ട്, ആ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വന്നുകൊള്ളട്ടെ. 2-ാം ലോക മഹായുദ്ധത്തിൽ 60 ലക്ഷം യഹൂദന്മാർ ചത്തൊടുക്കുന്നതിൻ്റെ കാര്യവും അപ്പന്മാരുടെ വാക്കുകളാണ്. യേശുക്രിസ്തു കഴുകുമരവും ചുമന്നുകൊണ്ട് പോകുമ്പോൾ ആ യെരുശലേം പുത്രിമാർ കരഞ്ഞ് നിലവിളിച്ചും തന്നെത്താനടിച്ച് അവനെ അനുഗമിക്കുമ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമുണ്ട്, യെരുശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി വിലപിക്കേണ്ട, നിങ്ങളെയും നിന്റെ മക്കളെയും ചൊല്ലി വിലപിക്കാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്നറിയാം.
എന്താണെന്നറിയാമോ? നിങ്ങളുടെ അപ്പന്മാർ ഇതാ അവിടെ ആ പീലാത്തോസിന്റെ മുമ്പിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ആ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വന്നുകൊള്ളട്ടെ. അതുകൊണ്ട് നിങ്ങളുടെ ഭർത്താക്കന്മാർ, നിങ്ങളുടെ അപ്പന്മാർ ചോദിച്ച് മേടിച്ച ശാപത്തിന് മുമ്പിൽ നിങ്ങളുടെ മക്കളും തലമുറകളും നശിച്ചു പോകാതിരിക്കേണ്ടതിന് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊള്ളുവിനെന്നാണ് യേശുക്രിസ്തു ആ യെരുശലേം പുത്രിമാരോട് പറഞ്ഞത്. നോക്ക് പ്രിയരെ, നമുക്ക് സമ്പത്തുണ്ടില്ലയോ? എന്നെ കേൾക്കുന്ന ചുറ്റുപാടിലുള്ള അനേകർക്കും വളരെ സമ്പത്തുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ സമാധാനമില്ല, നിങ്ങളുടെ ജീവിതത്തിൽ സ്വസ്ഥതയില്ല. ഈ മനോഹരമായിരിക്കുന്ന ഭവനത്തിൻ്റെ ഉള്ളത്തിലിരുന്ന് നിങ്ങൾ ഓരോരുത്തരും നെരിപ്പോട് കണക്കെ വ്യക്തിപരമായിട്ട് എരിഞ്ഞടങ്ങിയാണ്. മക്കളെ ചുറ്റിയുള്ള ഭാരങ്ങൾ, അനേക പാപവഴികൾ. എന്തുകൊണ്ടാണെന്നറിയാമോ? ക്രിസ്തീയ മതത്തിൽ നിന്നതുകൊണ്ട് യഥാർത്ഥമായിരിക്കുന്ന സുവിശേഷത്തെ നിങ്ങൾ നിഷേധിച്ചു കളഞ്ഞു. എന്നാണ് നിങ്ങൾ സത്യസുവിശേഷത്തെ നിഷേധിച്ചതെന്ന് ഇന്ന് ചിന്തിച്ചു കൊള്ളുവിന്. എന്നാൽ നോക്ക് പ്രിയരെ, അതിൻ്റെ അവസാനം വരെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഈ സുവിശേഷത്തെ ഞാൻ എന്നാണ് ത്യജിച്ചതെന്ന്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, അപ്പന്മാരെ നിങ്ങളുടെ മക്കളെ സ്നേഹിക്കുന്നുവെങ്കിൽ എനിക്ക് ചെവി തരുവിന് ആരും എതിർത്ത് നിൽക്കല്ല പ്രിയരെ, ആരും എതിർത്ത് നിൽക്കല് നന്നല്ല പ്രിയരെ. കാരണം ഞാൻ ഒരിക്കൽ എതിർത്തതാണ്, അതിൻ്റെ ശിക്ഷ ഞാൻ ഏറ്റവനാണ്. എന്നാൽ നോക്കുവിന് ആ യേശുക്രിസ്തുവിനെ പിലാത്തോസിന്റെ കരങ്ങളിൽ നിന്ന് അവർ വാങ്ങിക്കൊണ്ട്, നമുക്കറിയാം അവനെ ചാട്ടവാറ് വീശി റോമൻ പടയാളികൾ അടിക്കുകയാണ്. അതിനു മുമ്പ് മുള്ളുകൊണ്ട് കിരീടം പടഞ്ഞവൻ്റെ തലയിൽ വെക്കുകയാണ്. ഞാൻ യഹൂദന്മാരുടെ രാജാവെന്ന് പറഞ്ഞതിനാണ് ഈ പരിഹാസപരമായിരിക്കുന്ന മുൾക്കിരീടം